ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് എല്ലാവരെയും വെല്ലുവിളിക്കുന്ന സമയത്ത് പ്രകാശൻ അമ്മ പറയാണ്, വാടാ പ്രകാശ പോവാം, നമ്മുടെ മാന്യതയ്ക്കൊത്ത ആൾക്കാരോട് സംസാരിക്കാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പ്രകാശൻ്റെ ഭാര്യേനെയും കുറേ ചീത്ത പറയുന്നുണ്ട്. അവൾക്കിപ്പോൾ കെട്ടിയാൻ വേണമെന്നൊന്നും ഇല്ലല്ലോ, അവളിങ്ങനെ നടക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അമ്മ വാമേ നമുക്ക് പോകാമെന്നും പറഞ്ഞ് പുള്ളിക്കാരിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കല്യാണിയും കിരണും രൂപയുടെ അടുത്തും സിയസിൻ്റെ അടുത്തും ചെല്ലുന്നതാണ്. നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സിയസ് പറയുന്നുണ്ട്, മോളൊന്ന് ചെറുതായിട്ട് വിഷമിച്ച് അച്ഛനെ സഹായിക്കണമെന്ന് ഓർത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ എന്തായി, അതുപോലെ തന്നെ ആയില്ലേ. പ്രകാശൻ ഒരിക്കലും മാറുകയല്ല, പുള്ളിക്കിന് വല്ല ലോട്ടറി അടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ തമാശയ്ക്ക്. കഴിയുമ്പോൾ പറയുന്നുണ്ട്, പുള്ളിക്ക് എവിടെ നിന്ന് വെച്ചിട്ട് കാശ് വന്നിട്ടുണ്ട്, അതിൻ്റേതാണ് എന്നിങ്ങനെ പറയുമ്പോൾ രൂപ പറയുന്നുണ്ട്, അയാൾ എന്തൊക്കെയാണ് കാണിച്ചത്, അയാളോട് ഈ ജന്മം ക്ഷമിക്കാൻ പറ്റത്തില്ല, മോളും അങ്ങനെ ചെയ്യരുത്. ആ സോണിമോളുടെ ലൈഫ് ഫുള്ള് അയാളുടെ മകൻ കളഞ്ഞു, എന്നിട്ട് ലാസ്റ്റ് രക്ഷിക്കാൻ വന്ന ആൽബിയുടെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കല്യാണി പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇനി അവരെ ജീവിതത്തിലോട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യുവല്ലമ്മേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കാർത്തികയും പ്രകാശനും കൂടെ വീട്ടിലോട്ട് പോവാണ്. അപ്പം പ്രകാശൻ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ കാർത്തിക ഇങ്ങനെ പറയുകയാണ്, എന്താണെന്നറിയത്തില്ല, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ അച്ഛനെ പോലെ ഓർമ്മ വരുവാണ്, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ ട്വിൻ ബ്രദറാന്നേ പറയുള്ളൂ, അത്രയ്ക്ക് സാമ്യമുണ്ട് നിങ്ങളെ കാണാനെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി, ഈ പെൺമക്കൾ അച്ഛന്മാരെ കൈ പിടിച്ച് നടക്കുന്ന കാണുമ്പോൾ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര വിഷമമാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി പയ്യെ ചോദിക്കുവാണ്, ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കും പ്രകാശം മനസ്സിൽ പറയുവാണ്, ഓ ഞാൻ സ്വന്തം പെൺമക്കളെ കൊണ്ട് വിളിപ്പിച്ചിട്ടില്ല, ഇനി എന്നെയും കൊണ്ട് വിളിപ്പിക്കാൻ എൻ്റെ അവസ്ഥ, കാശ് വേണം, പിന്നെ മകനെ രക്ഷിക്കണം എന്നൊക്കെ ഓർത്തിട്ട് പ്രകാശം പറയാം, അതിനെന്താ മോള് മേഡം വിളിച്ചോളൂ കേട്ടോ എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ഇവള് മനസ്സിൽ പറയാണ്, വിളിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ അച്ഛാന്ന്, എന്നെ പണ്ട് കൊണ്ട് കളഞ്ഞിട്ട് അച്ഛാന്നല്ല ഞാൻ വിളിക്കണ്ടേ എന്ന് പറയണം. പിന്നെ പറയാണ്, എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാലും ഇതേ തന്നെ പറയും, അത്രയ്ക്ക് സാമ്യമുണ്ട് നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ മോഹസാദൃശ്യമായിട്ടെന്ന് പറയുമ്പം പ്രകാശം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ പൊന്നെ ഇനി ഇവളുടെ അമ്മേനെങ്ങാനും കെട്ടാൻ പറയുമോ, എന്നിട്ട് ഇവളുടെ അച്ഛനായിട്ട് ജീവിക്കാൻ വല്ലതും പറയാനാണോ ഇവളുടെ പോക്കെന്നൊക്കെ ചിന്തിക്കുമോ. എന്നിട്ട് പറയാം, എന്തായാലും വേണ്ടിയല്ല, കുറേ കാശ് ഒപ്പിക്കണം, നല്ലപോലെ ജീവിക്കണം, എൻ്റെ മോനെ രക്ഷിക്കണം, അപ്പം ഇനി കെട്ടണമെങ്കിൽ കെട്ടും, അത്ര തന്നെ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വീട്ടിലെത്തുവാണ്. അങ്ങനെ കാർത്തിക വീട്ടിലോട്ട് കയറാൻ നേരത്ത് പ്രകാശം താക്കോലൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അതേ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, അച്ഛാ കുറച്ച് നേരം അകത്ത് വന്ന് ഇരിക്കാവോ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാന്ന് പറയുമ്പോൾ പ്രകാശൻ അകത്ത് വന്ന് ഇരിക്കുവാണ് കേട്ടോ. എന്നിട്ട് പ്രകാശനോട് ചോദിക്കും, അച്ഛന് 2 പെൺമക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് എന്നെങ്കിൽ ചോദിക്കുമ്പോൾ പറയാണ്, ഓ അതൊന്നും പറയേണ്ട മോളെ, ഞാനവരെ കൈവെള്ളയെ വെച്ചാണ് വളർത്തിയത്, കഥയെല്ലാം മാറ്റി പറയുവാണ് കേട്ടോ. ഇളയ മോക്കാണെങ്കിൽ മിണ്ടാൻ പോലും കഴിയുമല്ലായിരുന്നു, അവളുടെ കഴുത്തിലൊരു മണി കെട്ടിയിട്ടുണ്ടായിരുന്നു, അവളൊന്ന് താഴെ വീണാൽ പോലും ആ മണി അനങ്ങുന്ന ശബ്ദം കേട്ട് ഞാൻ ഓടിച്ചെല്ലും, പറഞ്ഞിട്ടെന്താ കാര്യം. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും കിരൺ എന്ന് പറഞ്ഞ ഒരു കോടീശ്വരൻ വന്ന് അവളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ തീരുമാനിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അവന് കല്യാണം കഴിഞ്ഞപ്പോൾ ഓരോ കണ്ടീഷനാണ്, ഞങ്ങളങ്ങ് വരാൻ പാടില്ല, എൻ്റെ അമ്മേനെ വൃദ്ധസദനത്തിലാക്കണം എന്നൊക്കെ. ഇതൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് മോളെ ജീവിക്കുന്നത്. അവളുടെ ചേച്ചി അവളുടെ പുറകെ പോയി, അവളുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരു നാണവും ഇല്ല, കുറച്ച് കാശ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളും ആ വഴിക്ക് പോയി. എനിക്കങ്ങനെ എൻ്റെ അമ്മേനെ കൊണ്ട് കളയാൻ പറ്റുമോ, നമുക്ക് പ്രായമായെന്ന് വെച്ചാൽ നമ്മുടെ കാർന്നോന്മാരെ കളയാൻ പറ്റുമോ. പിന്നെ മക്കൾ നല്ല രീതിയിൽ പെൺമക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, എന്നാലും ഞാനപ്പോൾ അവരുമായിട്ടൊന്നും ഒരു ഇതില്ല എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് കാർത്തിക മനസ്സിൽ പറയാം, ഉവ്വാ താൻ പറയുന്നതൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇളയ മകൻ്റെ പേര് എന്താ, കാർത്തികേയൻ എന്നാണോ, മൂത്തയാൾ കാദംബരി, പിന്നെ കല്യാണി, അപ്പോൾ കാർത്തികേയൻ എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഹേ അല്ല, അവന് രാജയോഗമാണ് മോളെ, രാജയോഗം, അതുകൊണ്ട് ഞാൻ അവനെ വിക്രമാദിത്യൻ എന്നാണ് പേരിട്ടേക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ കാർത്തിക മനസ്സിൽ പറയും, ആ രാജാവ് ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രകാശം പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരും കൂടെ അവനെ ചതിച്ചു, അവനിപ്പം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് സങ്കടപ്പെട്ട് പോകാൻ തുടങ്ങാൻ നേരത്ത് കാർത്തിയെ പിന്നെയും വിളിച്ച് നിർത്തുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അച്ഛാ എന്നിട്ട് ആ മുത്തശ്ശി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഞാനിവിടെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഇനി അമ്മേനെ വീണ്ടും കഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലോ, അപ്പോൾ അമ്മയോട് ജോലിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാർത്തിക പറയാണ്, എങ്കിൽ ആ അമ്മയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയുമോ, എൻ്റെ മുത്തശ്ശിയായിട്ട്, ഇവിടെ ഓമന ചേച്ചി ഉണ്ടല്ലോ, ഓമന ചേച്ചി എല്ലാ കാര്യവും നോക്കിക്കോളും എന്ന് പറയുകയാണ്. അത് കേട്ട് പ്രകാശം ഇങ്ങനെ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, അച്ഛനും ഇവിടെ വന്ന് നിൽക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശിന് ചെറിയൊരു സന്തോഷമൊക്കെ ആവുകയാണ് കേട്ടോ. ഇനി വാടകയും കൂടെ കൊടുക്കണ്ട, നല്ല സാലറി, വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഫുഡും എല്ലാം ഫ്രീ ആണെന്നുള്ള രീതിയിൽ പ്രകാശനങ്ങ് സന്തോഷം വരുവാണ്. എന്നിട്ട് പറയണം, അച്ഛനെ എന്നെ മോളെ എന്ന് വിളിച്ചാൽ മതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രകാശന് അതിനും ഒരു ബുദ്ധിമുട്ടില്ല. പ്രകാശൻ മനസ്സിൽ പറയും, കുറച്ച് കാശാവട്ടെ, എൻ്റെ മോനെ ഒന്ന് രക്ഷിക്കട്ടെ, അതുവരെ നിന്നെ എന്തും വിളിക്കാമെന്നുള്ളത് പറയുവാണ് കേട്ടോ. പ്രകാശൻ അവിടെ നിന്ന് പോവുകയാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.